നമ്മളുടെ നല്ലൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് SPC ഇറക്കിയിരിക്കുന്നതാണ് ഭൂമിത്ര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് മണ്ണിലെ കാർബണിൻ്റെ തോത് നിലനിർത്തുക എന്നുള്ളതാണ്. മണ്ണിൽ 3% മേൽ കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളയും അവിടെ കൃഷി ചെയ്യാം. ഇന്ന് കേരളത്തിലെ മണ്ണിൻ്റെ അവസ്ഥ, കാർബണിൻ്റെ തോത് ബിലോ 1%. ഇതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഈ ഭൂമിത്ര ഇട്ട് മണ്ണിൻ്റെ കാർബണിൻ്റെ തോത് പരമാവധി കൂട്ടുക. നിങ്ങൾ 8% കാർബണാക്കി മണ്ണിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കേണ്ട പോലും വരത്തില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ കാർബൺ തന്നെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന കാർബൺ വരണം. ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്നാണ്. എത്രമാത്രം വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും പൊടിഞ്ഞ് മണ്ണിൽ ചേരുന്നു അത്രമാത്രം മണ്ണ് ഹൈബ്രിഡാകും. അപ്പോൾ മണ്ണ് ഹൈബ്രിഡാക്കാനുള്ളൊരു മെത്തേഡാണ് ഭൂമിത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിത്രയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മണ്ണിൽ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂട്ടുമെന്നുള്ളത് കൊണ്ട് ജലസേചനവും കുറയ്ക്കാൻ പറ്റും. അതായത് ജൈവ കൃഷിയിൽ നാളിതുവരെ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രേസ് എലമെൻറ്റ്സ് ഇതെങ്ങനെ ചെടികൾക്ക് കൊടുക്കാനാവും എന്നുള്ളതായിരുന്നു. ആധുനിക കൃഷിശാസ്ത്രം ജൈവ കൃഷിയെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് വളരെ കൃത്യമായ ഒരു സൊല്യൂഷൻ വന്നിരിക്കുന്നു. അതായത് കടൽ വെള്ളത്തിൽ ഈ ഭൂമിയിലുള്ള സകല ട്രേസ് എലമെൻറ്റും മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതും ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നതുമായ സകല ട്രേസ് എലമെൻറ്റ്സും കടൽ ജലത്തിലുണ്ട്. ഈ കടൽ ജലത്തിലെ പായലിലുണ്ട്, കടലിലെ കക്കയിലുണ്ട്, കടലിലെ മത്സ്യത്തിലുണ്ട്, കടൽ ചെളിയിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഈ ഭൂമിത്രയിൽ ചേർത്തിരിക്കുന്നത് കടൽ പായൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട്, ഉണക്കി പൊടിച്ച് ചേർത്തിട്ടുണ്ട്, കടലിലെ കക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിന് വേണ്ട സകല ട്രേസ് എലമെൻറ്റ്സും ഏതാണ്ട് 108ഓളം ട്രേസ് എലമെൻറ്റ്സ് മനുഷ്യ ശരീരത്തിന് വേണ്ടതാണ്. ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ 108 ട്രേസ് എലമെൻറ്റ്സ് വേണം. 108 അല്ല, 1008 അല്ല. എല്ലാ സാധനങ്ങളും, എല്ലാ ട്രേസ് എലമെൻറ്റ്സും, രോഗപ്രതിരോധ ശക്തി തരാൻ ഉതകുന്ന സകല ട്രേസ് എലമെൻറ്റ്സും കയറ്റിയിരിക്കുന്ന ഒരു വളമാണ് ഭൂമിത്ര. ഇത് കരയിലേക്ക് വരിക, ചെടിയിലേക്ക് വരിക, കാട് കൃഷിയിടത്തിലേക്ക് വരിക, കടൽ കൃഷിയിടത്തിലേക്ക് വരിക. ലോകത്തൊരിടത്തും ഇന്നേ വരെ ആരും ഇറക്കിയിട്ടില്ലാത്ത ഒരു വളമാണ് ഭൂമിത്ര. ഇത് കാർബണിൻ്റെ തോത് എത്ര കൂട്ടുന്നോ അത്രയും വിളവ് കൂട്ടും. പക്ഷേ നമ്മളുടെ കർഷകരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര കൊടുക്കാമോ അത്ര കൊടുക്കുക.